കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയപ്പോൾ മൂത്രവിസർജനം പോലും ശരീരമറിയാത്ത ആരോഗ്യാവസ്ഥയായിരുന്നു ഷിഫ്നയ്ക്ക്. കലോത്സവ നഗരിയിൽ നിന്ന് ഷിഫ്നയെ കണ്ടെത്തിയ മാതൃഭൂമി ന്യൂസ് അന്ന് സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം നൽകി ആദരിച്ചു. സുമനസ്സുകളുടെ സഹായത്താൽ അതിനുശേഷം ഷിഫ്നയ്ക്ക് വിദഗ്ധ ചികിത്സ കിട്ടി. ഇപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാനാവില്ല. പഴച്ചാറാണ് 3 നേരവും. ഞാൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. ആയുർവേദിക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറിൻ്റെ പ്രോബ്ലം ഫുള്ള് ക്ലിയർ ആണ്. പിന്നെ മെഡിസിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കഥകൾ ഷിഫ്ന ഞങ്ങൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. ഷിഫ്നയ്ക്ക് തീരെ കണ്ണു കാണില്ലെന്ന് മുന്നിലിരിക്കുന്ന ആസ്വാദകർ അറിഞ്ഞിരുന്നില്ല. അവളുടെ അനുകരണത്തിൽ അവർ മതിമറന്നിരുന്നു. ആ കഴിവിൽ വിസ്മയിച്ച് എല്ലാം മറന്നു ചിരിച്ചു. ട്രെയിൻ നമ്പർ 124-26 ചെന്നൈയിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. 14 മണി 15 മിനിറ്റിന് പുറപ്പെടും. ആസ്വാദകരുടെ മനം നിറഞ്ഞ ചിരി കാണാതെ ഷിഫ്ന ഈ കലോത്സവത്തോടും യാത്ര പറഞ്ഞു.